ഹായ് ഫ്രണ്ട്സ്. ബിസിനസ്മാൻ എപ്പോഴും വ്യത്യസ്തങ്ങളായ ടിപ്സുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം ബിസിനസ്മാൻ. എങ്കിൽ മാത്രമേ ബിസിനസ് ഗ്രോത്ത് സംഭവിക്കൂ. നമുക്ക് കുറച്ച് ടിപ്സുകൾ, എന്തൊക്കെ രീതിയിൽ ബിസിനസ്മാൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ ബിസിനസ് ഡെവലപ്പ് ആവുമെന്നതിൻ്റെ ചുരുക്കം ഡിസ്കഷൻസ് നമുക്കിവിടെ നോക്കാം. ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി എപ്പോഴും ഒരു കീ പോയിൻ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റഡി ചെയ്തുകൊണ്ടേയിരിക്കണം. മാർക്കറ്റ് അപ്ഡേഷൻസ്, മാർക്കറ്റിൻ്റെ ചലനങ്ങൾ, ഓരോ ദിവസവും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മൾ വ്യത്യസ്തങ്ങളായ കോണിൽ നിന്ന് കാണണം, പഠിക്കണം, റെഫർ ചെയ്യണം. ഈ റെഫറൻസ് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ അപ്ഡേഷൻസിന് ഉപകാരപ്പെടും എന്നതിൽ ഒട്ടും സംശയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ ടു ഡേ മാർക്കറ്റിംഗ് സ്റ്റൈലും മാർക്കറ്റിങ്ങിൻ്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ മാർക്കറ്റല്ല ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ കൂടി, ബിസിനസ് കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വ്യൂവിൽ വന്നിരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് വ്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ കയ്യിലേക്ക് മാർക്കറ്റിൽ എത്തിപ്പെടുന്ന കസ്റ്റമേഴ്സിനെ റിസീവ് ചെയ്യാനുള്ള ക്വാളിറ്റിയും അട്രാക്റ്റീവ് ഇവൻസും എവിടെ വേണം? നമ്മുടെ ബിസിനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ ആ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡെയിലി ഡേ ടു ഡേ നമ്മൾ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിരിക്കണം, കസ്റ്റമേഴ്സിനെ സ്റ്റഡി ചെയ്തിരിക്കണം, പ്രൊഡക്റ്റ് അവെയർനെസ് ഉണ്ടാക്കി അതിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, മാർക്കറ്റ് പറ്റ ഡൗൺ ആണ്, മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, വ്യക്തികൾ, ബിസിനസ് നടത്തുന്ന ആളുകൾ അപ്ഡേറ്റഡ് അല്ല എന്നതാണ്. മാർക്കറ്റിനെ കുറിച്ച് കറക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഡേ ടു ഡേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരിക്കലും അങ്ങനെ പറയില്ല. പല രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അഥവാ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിരിക്കണം. നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ ഓരോ ദിവസവും നമ്മുടെ സ്റ്റഡി ചെയ്യണം നമ്മുടെ ബിസിനസ്. അന്ന് ഈവനിങ് നമ്മൾ ക്ലോസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഡയറി, ബിസിനസ്മാന് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട സംഗതിയാണ് ഡയറി. ആ ഡയറിയിൽ ഓരോ ദിവസത്തെയും ഇവൻറ്റ്സ്, അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അന്നത്തെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ, സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ് സ്ട്രക്ചർ, ഇതെല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അന്ന് ഈവനിങ് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനെ സ്റ്റഡി ചെയ്ത് നെക്സ്റ്റ് ഡേയിലുള്ള പ്ലാനിങ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ അപ്ഡേഷൻ ഉണ്ടാവൂ, നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. പലപ്പോഴും നമ്മളൊക്കെ പല ബിസിനസ്മാൻസിനെയും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഇവരുടെ അടുത്തൊന്നും ഒരു പ്രോപ്പർ റെക്കോർഡ് എവിടെ ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ദിനചര്യ എന്ന പോലെ നേരെ വർക്കിന് പോകുന്നു, നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നു. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ ഇപ്പോൾ ഒരു 8 മണിക്കോ 7 മണിക്കോ ചിലപ്പോൾ ഷോപ്പ് ബേസിലാണെങ്കിൽ ഷോപ്പിലെത്തും. ബിസിനസ് മറ്റു രീതിയിലുള്ള ബിസിനസ്സുകളാണെങ്കിൽ ആ ഒരു കൾട്ടിലേക്ക് എത്തും. അതങ്ങനെ ഓടും. വൈകുന്നേരം നമ്മൾ ക്ലോസ് ചെയ്ത് പോരും, നെക്സ്റ്റ് ഡേ അങ്ങനെ ഓടും. പക്ഷേ അതിലൊന്നും കാര്യമില്ല.
ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മളെ കാര്യങ്ങൾ റെക്കോർഡ്സ് കറക്റ്റ് ആയിരിക്കണം. ആ റെക്കോർഡ്സിൻ്റെ ബേസിൽ മാത്രമായിരിക്കണം നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. നിങ്ങളെ ഡേ ടു ഡേ കാര്യങ്ങൾ കറക്റ്റ് ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ സ്റ്റഡി ചെയ്യണം എവ്രി ഡേ. എന്നിട്ട് എന്തെല്ലാം മാറ്റം വരുത്താൻ പറ്റുമോ അത് നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കണം. പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മാർക്കറ്റ് അല്ല എന്നതുകൊണ്ടാണ്. നമ്മൾ എവ്രി ഡേ ഈച്ച് ആൻഡ് എവ്രി ഡേ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് സ്റ്റഡി ചെയ്യും വേണം. അതുപോലെ തന്നെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും പ്രോപ്പർ വർക്കും ഒരു ഹോം വർക്ക് പോലെ തന്നെ ചെയ്യണം. അവിടെയാണ് നമുക്ക് വിജയമുണ്ടാവൂ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ടോപ്പേഴ്സായിട്ടുള്ള അച്ചീവേഴ്സായിട്ടുള്ള ഏതൊരു ബിസിനസ്മാനെയും നിങ്ങൾ സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും അവരെല്ലാം അപ്ഡേറ്റഡ് ആയിരുന്നു എന്ന്, ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആയിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രോപ്പറാക്കുക. നിങ്ങളുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ മാർക്കറ്റിലുള്ള മറ്റ് അവയർനെസ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറാക്കുക. അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുമായി ഡീൽ ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ചിരിയിൽ ഒതുക്കാതെ സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് പല രീതിയിൽ നിന്നും വരും. നിങ്ങളിപ്പം അരമണിക്കൂർ സംസാരിക്കുമ്പം ഒരാളെ കയ്യിൽ നിന്നും 1-2 പോയിൻ്റ് കിട്ടും. ആ 2 പോയിൻ്റ് മതി നിങ്ങൾക്ക് പുതിയൊരു മാറ്റത്തിലേക്ക് കാൽവെക്കാൻ. എനിവേ, എല്ലാവരും അച്ചീവേഴ്സ് ആവുക. അതിന് വേണ്ട പരിശ്രമം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എനിവേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.